ഹായ് ഹലോ. കഴിഞ്ഞ ദിവസം മോൻ്റെ പാരൻസ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എത്തി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേഗം പരിപാടി കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ പോയി ഒന്ന് മയങ്ങാലോ. ചോറിറ്റ് കഴിഞ്ഞ ഒരു ഉച്ചമയക്കം ഒരു പ്രത്യേക രസമാണ്. ഇപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുടെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ മാർക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സിന് ഇച്ചിരി മാർക്ക് കുറവ് ഉണ്ടായിരുന്നു. ആൾക്കറിയാവുന്നത് തന്നെ കുറച്ച് പൊട്ടത്തരം കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കളറിങ്ങിനും കുറച്ച് ബാക്കിലേക്കാണ് ആൾ. ബാക്കിയെല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടൊരു മയക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഉമ്മ മഞ്ഞൾ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൃഷിയുടെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലെ മഞ്ഞളും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് പറിക്കുന്നതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് പറിച്ച് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ്. കുറേ വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ. എപ്പോഴെല്ലാ വർഷവും മഞ്ഞൾ നടാറുമുണ്ട്. അത് പറിച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം മില്ലിൽ കൊടുത്ത് നമ്മൾ പൊടിച്ച് ഉണക്കി എടുക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല പണിയുണ്ട് മഞ്ഞളിന്. അത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം. ഇങ്ങനെ വലിയ വേരും ഭാഗവും അതേപോലെ ഇങ്ങനെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ സെറ്റാക്കിയിട്ട് നമ്മൾ അത് ഓരോന്നും 3 തവണ കഴുകിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ നമ്മളിത് ഉണക്കി പൊടിച്ചൊക്കെ വരുമ്പോൾ ആകെ ചിലപ്പോൾ 1 കിലോ ആയിട്ടായിരിക്കും കിട്ടുക കേട്ടോ. നമുക്ക് ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുറവായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണത്തേനേക്കാളും. അതിൻ്റെ വേരിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് മഞ്ഞൾ നമുക്ക് കിട്ടുക. അതൊക്കെ ഭയങ്കര ചെറുതായിട്ടായിരുന്നു കേട്ടോ ഇത്തവണ ഉണ്ടായത്. വളം കുറവും പിന്നെ അതേപോലെ ഇത്തവണ മഴ പെയ്തതിൻ്റെയൊക്കെ മിസ്റ്റേക്കും ഒക്കെ ഉണ്ടായിരുന്നു. മഴ നമുക്കധികം കൊള്ളണ്ട കേട്ടോ. ഇതിന് മഴ നമുക്ക് നനവ് കുറവാണ് നമുക്ക് മഞ്ഞളിന് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാൻ്റെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളതൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാർത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വെയിലത്തിട്ട് 3-4 ദിവസം നല്ലപോലെ ഉണക്കിയെടുക്കണേ. അങ്ങനെയാണ് ഈ ഒരു മഞ്ഞളിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.